ഈ ജാതീയമായിട്ടുള്ള സംവരണം അവിടെ നിൽക്കട്ടെ, അതെടുത്ത് കളയണ്ട. നമുക്കതിൻ്റെ ഒപ്പം തന്നെ സാമ്പത്തിക സംവരണം കൂടെ അതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും? ഈ ഒരു കാര്യം, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ജാതി വ്യവസ്ഥ തന്നെ ഇല്ലാതാകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ തരികയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം എന്നുള്ള കോളം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജാതിയുടെ കോളം ഫില്ല് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നീ എന്ന് പറഞ്ഞ കാറ്റഗറി ഏറ്റവും കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ പെട്ട ആളാണെങ്കിൽ നിനക്ക് ഇത്ര ശതമാനം ഫീസ് ഇളവ്, നിനക്ക് ഇത്ര ശതമാനം ഗ്രാൻഡ് കാര്യങ്ങൾ നീ കിട്ടിയിരിക്കും. അവിടെ ജാതി നിൻ്റെ പ്രശ്നമല്ല. ജാതിപരമായിട്ട് സംവരണം അല്ലെങ്കിൽ ഫീസ് ഇളവിനൊക്കെ അർഹനാണ്. പക്ഷേ നിങ്ങൾ സാമ്പത്തികപരമായിട്ട് അർഹനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജാതിപ്പെട്ടിട്ടും യാതൊരു രക്ഷയില്ല. എന്നെ ജാതിപ്പെട്ടതാണെന്ന് അവൻ എവിടെ എഴുതി വെക്കുന്നില്ല. ഒരു തലമുറ കഴിഞ്ഞു, അടുത്ത തലമുറയിലും അവരത് തന്നെ പിന്തുടർന്നു. ഇങ്ങനെ 2-3 തലമുറ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടുത്തിരിക്കുന്നവൻ ഏത് ജാതിയാണെന്ന് അറിയുന്നില്ലല്ലോ. അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ജാതിപരമായിട്ട് അധിക്ഷേപിക്കുന്നുള്ളൂ. ഇങ്ങനൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഇതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആൾക്കാർ ആരായിരിക്കും എന്നറിയാമോ? 1 മത നേതാക്കൾ, 2 രാഷ്ട്രീയക്കാർ. കാരണം 2 കൂട്ടരുടെയും കൃഷി അപ്പാടെ നശിക്കും. തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സംവരണം. സംവരണം ഇപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ നൽകുന്നത്. സംവരണം മാത്രമല്ല, ഫീസ് ഇളവ്, പിന്നെ കുട്ടികൾക്ക് കോളേജിലും സ്കൂളിലൊക്കെ കൊടുക്കുന്ന ഗ്രാൻഡ് മുതലായവ എല്ലാം ഈ ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. എന്ത് കാര്യത്തിനാണ് ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സാമ്പത്തികമായിട്ട് ഉയർന്നയാളെന്ന് അല്ല സാമ്പത്തികമായിട്ട് താഴ്ന്നയാൾ എന്ന് തരംതിരിക്കുന്നത്? മനസ്സിലാകുന്നില്ല. ഓക്കെ, കാലങ്ങൾക്ക് മുമ്പ് നമുക്കങ്ങനെ വിചാരിക്കാമെന്ന് വെച്ചു. പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ, ഈ കാലഘട്ടത്തിൽ ഒരാൾ ഒരു ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് അയാൾ സാമ്പത്തികമായിട്ട് താഴ്ന്ന ആളാണെന്നോ സാമ്പത്തികമായിട്ട് ഉയർന്ന ആളാണെന്നോ പറയാൻ പറ്റുമോ? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എല്ലാ ജാതിയിലും സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവരും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരുമുണ്ട്, ഇല്ലേ? ഇത്രയും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തുടർന്ന് കാണുക. അതായത് സാമ്പത്തിക സംവരണം, അതാണ് എൻ്റെ മനസ്സിലെ ഐഡിയ. സാമ്പത്തികം മാത്രമല്ല, ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങളും കാര്യങ്ങളും അങ്ങനെ കുറേ ആളുകളെ മാറ്റി നിർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജാതീയമായിട്ടുള്ള സംവരണം എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളൊക്കെ വരുമായിരിക്കും. ഓക്കെ, അവരെയും കൂടെ ഞാൻ അംഗീകരിച്ചു. ഈ ജാതീയമായിട്ടുള്ള സംവരണം അവിടെ നിൽക്കട്ടെ, അതെടുത്ത് കളയണ്ട. നമുക്കതിൻ്റെ ഒപ്പം തന്നെ സാമ്പത്തിക സംവരണം കൂടെ അതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും? കാര്യത്തിലേക്ക് കടക്കുന്ന മുമ്പ് ഇങ്ങനെയൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയണേ. മറ്റൊന്നുമല്ല, കോളേജുകളിലോ സ്കൂളിലോ പഠിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ നിങ്ങൾ ഈ ഫീസ് ഇളവോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്ത ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ഒരാളാണെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഫീസ് കൊടുക്കാനൊന്നും നിവൃത്തിയില്ല. വീട്ടിൽ അത്താഴപ്പഷ്ണിയാണ്. അങ്ങനെയുള്ള നിങ്ങൾ നോക്കി നിൽക്കെ മറ്റൊരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകൾ, അവർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫീസ് ഇളവുണ്ട്, പിന്നെ മാസാമാസം ഗ്രാൻഡ് കിട്ടുന്നുണ്ട്. എന്നാൽ ഇവർ സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിലുള്ള ആളുകളുമാണ്. ഇവർക്ക് ഈ പൈസയുടെ ആവശ്യമില്ല. പക്ഷേ ഇവർ ചെയ്യുന്ന പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂട്ടുകാരായതുകൊണ്ട് ഇവർക്ക് ഗ്രാൻഡ് കിട്ടിക്കഴിയുമ്പം ഈ ഗ്രാൻഡ് പൈസ കൊണ്ട് നമ്മൾ കൂട്ടുകാരെല്ലാം കൂടി അടിച്ച് പൊളിക്കും. അതായത് ആ പൈസ അവർക്ക് വീട്ടിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല. പക്ഷേ അവരൊരു ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് അവർക്ക് ഗ്രാൻഡ് കിട്ടുന്നു. അതായത് യഥാർത്ഥത്തിൽ അർഹർ നിങ്ങളാണ്, പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം നിങ്ങൾ വേറൊരു ജാതിയിൽ ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട്. ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സംവരണം മാത്രമല്ല, ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. ഉദാഹരണം പറയുകയാണ്, വേടൻ ഒരുപാട് ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിട്ട ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം തന്നെ പറയപ്പെടുന്നു. ഇപ്പം ജാതീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പാടി നടക്കുന്നതും. ഇൻ്റർവ്യൂവിന് വന്നിരുന്നാൽ പോലും എപ്പോഴും ഈ വിക്ടിം കാർഡ് ഇറക്കലാണ് പുള്ളിയുടെ പരിപാടി. പുള്ളിയുടെ അനുഭവത്തിൽ നിന്നായിരിക്കാം, എന്തും ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു കാര്യം, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ജാതി വ്യവസ്ഥ തന്നെ ഇല്ലാതാകും. അതായത് ഇത് മുളയിലെ നുള്ളണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ അവിടെ ജാതിയുടെ ഒരു കോളം കാണുമല്ലോ. ഓക്കെ, ആ ജാതിയുടെ കോളം അവിടെ കൊടുക്കുന്നത് എന്തിനാ? സംവരണം കിട്ടാൻ, അല്ലെങ്കിൽ ഫീസ് ഇളവ് കിട്ടാൻ, ഈ പറഞ്ഞ പോലെ ഗ്രാൻഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ജാതിയുടെ ഒരു കോളം കൊടുത്തിരിക്കുന്നത്. അതവിടെ നിന്നോട്ടെ, നമുക്ക് കളയണ്ട. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു സാമ്പത്തികം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളം കൂടെ അവിടെ വെച്ചേക്കുക. അതിന് ഓരോ കാറ്റഗറി കൊടുക്കുക, ABCD എന്നൊക്കെ പറഞ്ഞ് 1-2 കാറ്റഗറി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ തരികയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം എന്നുള്ള കോളം
നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണ്, ABC ഇതിലേത് കാറ്റഗറിയിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജാതിയുടെ കോളം ഫില്ല് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. മനസ്സിലായോ? ഇനി ഈ സാമ്പത്തികത്തിൽ ABCD എന്നൊക്കെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടല്ല, വില്ലേജിലോ പഞ്ചായത്തിലോ എവിടുന്നെങ്കിലും കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ്, സാമ്പത്തിക സർട്ടിഫിക്കറ്റ്. അവിടെ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിയുമ്പം നമ്മളെ വന്ന് നമ്മുടെ വീട്ടിൽ വരുന്നു, അന്വേഷിക്കുന്നു, അച്ഛൻ്റെ അമ്മയുടെ ജോലിയും കാര്യങ്ങളും എല്ലാം ബന്ധപ്പെട്ട് പരിശോധിച്ച ശേഷം നമുക്കൊരു ഈ പറഞ്ഞ പോലെ ABC എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിയിലാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വരുന്നു. അതാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യുന്നത്. അപ്പം A എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാറ്റഗറി, B എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ മേളി, C എന്ന് പറഞ്ഞാൽ കുറച്ചും മേളി, D എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മേളി, അത് തിരിച്ചോ മറിച്ചോ എങ്ങനെ വല്ലതും ആകാം. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നീ ജാതിയുടെ കോളം നീ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? നീ A എന്ന് പറഞ്ഞ കാറ്റഗറി ഏറ്റവും കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ പെട്ട ആളാണെങ്കിൽ നിനക്ക് ഇത്ര ശതമാനം ഫീസ് ഇളവ്, നിനക്ക് ഇത്ര ശതമാനം ഗ്രാൻഡ് കാര്യങ്ങൾ നീ കിട്ടിയിരിക്കും. അവിടെ ജാതി നിൻ്റെ പ്രശ്നമല്ല. ഓക്കെ, ജാതിപരമായിട്ട് നിങ്ങൾ സംവരണത്തിന് അർഹനാണ്. എന്നിരുന്നാലും ഈ സാമ്പത്തിക സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ജാതിപരമായിട്ട് സംവരണം അല്ലെ ഫീസ് ഇളവിനൊക്കെ അർഹനാണ്. പക്ഷേ നിങ്ങൾ സാമ്പത്തികപരമായിട്ട് അർഹനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജാതിപ്പെട്ടിട്ടും യാതൊരു രക്ഷയില്ല. അപ്പോൾ ഈ ഓപ്ഷൻ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ജാതി വ്യവസ്ഥ ഇവിടെ ഇല്ലാതാകണം. എൻ്റെ മകനായാലും മകളായാലും അവർ ഒരു ജാതിയിലും പെടേണ്ട ആളല്ല. അവർ മനുഷ്യനെ പോലെ ഇവിടെ ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ജാതിക്കോളം ഒഴിവാക്കാം, സാമ്പത്തിക കോളത്തിൽ ഫില്ല് ചെയ്യാം. ഇനി അതല്ല, ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണെന്ന് സമൂഹത്തെ അറിയിച്ചേ മതിയാവൂ എന്നുള്ളവർക്കാണെങ്കിൽ ജാതിക്കോളത്തിൽ നിങ്ങളെ ഫില്ല് ചെയ്തു. മനസ്സിലായോ? അതായത് ഒരു കല്യാണവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഉന്നത കുല ജാതിയാണെങ്കിൽ ഉന്നത കുല ജാതനെ തന്നെ കല്യാണം കഴിക്കണം, അല്ല ഉന്നത കുല ജാതയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണം എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ജാതിക്കോളത്തിൽ ഫില്ല് ചെയ്തു. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന ജാതിപ്പെട്ട ആളാണെന്ന് തെളിയിക്കാൻ മാർഗ്ഗമില്ലാതെ വരുമല്ലോ. അങ്ങനെ നിർബന്ധമുള്ളവർ ഫില്ല് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ചില ജാതികൾക്ക് ഈ നിയമത്തിൻ്റെ പരിരക്ഷ കൂടുതലുണ്ടല്ലോ, ജാതിപരമായി അധിക്ഷേപിച്ചു എന്നൊക്കെ ഉള്ള ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ട്. നിയമത്തിൻ്റെ പരിരക്ഷ കൂടുതലുണ്ട്. അപ്പം ആ പരിരക്ഷ വേണമെന്നുള്ളവരും അവിടെ ഫില്ല് ചെയ്തു. അപ്പോൾ ഇതിലേത് ഓപ്ഷൻ വേണം എന്നുള്ളത് മാതാപിതാക്കളുടെ തീരുമാനത്തിനനുസരിച്ചിരിക്കും. ഇനി എല്ലാവരും നല്ല മനുഷ്യരായി, അതായത് മനുഷ്യൻ മാത്രം മതി എന്നങ്ങ് തീരുമാനിച്ചു. എല്ലാവരും ഈ സാമ്പത്തികപരമായിട്ടുള്ള കോളത്തിൽ മാത്രമാണ് ഫില്ല് ചെയ്യുന്നത് എന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെ വന്നാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2, 3, 4 തലമുറ കഴിയുമ്പോഴത്തേക്കും തൊട്ടടുത്തിരിക്കുന്ന ആൾ ആരാ എന്ന് നമുക്ക് മനസ്സിലാകാതെ വരും. ആരാന്ന് പറഞ്ഞാൽ മനുഷ്യനാണോ മൃഗമാണോ എന്നല്ല, ഏത് ജാതിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥ വരും. പിടികിട്ടിയോ? അതായത് അവൻ്റെ എന്ന ജാതിപ്പെട്ടതാണെന്ന് അവൻ എവിടെ എഴുതി വെക്കുന്നില്ല. ഇപ്പോൾ ഒരു തലമുറ കഴിഞ്ഞു, അടുത്ത തലമുറയിലും അവരത് തന്നെ പിന്തുടർന്നു. ഇങ്ങനെ 2, 3 തലമുറ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടുത്തിരിക്കുന്നവൻ ഏത് ജാതിയാണെന്ന് അറിയുന്നില്ലല്ലോ. അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ജാതിപരമായിട്ട് അധിക്ഷേപിക്കുന്നുള്ളൂ. അല്ലാതെ കണ്ട് ഈ ജാതി നോക്കിയിട്ടുള്ള ഈ സംവരണവും ഫീസിളവും കാര്യങ്ങളും ഇങ്ങനെ കൊടുക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതെങ്ങും നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ജാതിപരമായിട്ടുള്ള സംവരണം എടുത്ത് മാറ്റണ്ട, അതിനൊപ്പം തന്നെ ഈ സാമ്പത്തികത്തിൻ്റെ ഒരു കോളം കൂടെ എടുത്ത് വെച്ചേക്ക്, പ്രശ്നം തീർന്നില്ലേ? എന്നിട്ട് പതുക്കെ മറ്റേതിനെ അങ്ങ് മാറ്റി അങ്ങ് വിട്ടാൽ മതിയെന്നേ. അല്ലെങ്കിൽ ഭയങ്കര വിഷയമാവും. കാരണം ഇതിൻ്റെ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ സംവരണത്തിൻ്റെ ആയാലും ഈ ഫീസ് ഇളവിൻ്റെ ഒക്കെ ആയാലും ഇതിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പൊള്ളും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഒറ്റയടിക്ക് എടുത്ത് മാറ്റണ്ട. ഈ പറഞ്ഞ പോലെ പതുക്കെ അങ്ങ് പോട്ടെന്നേ. ഇങ്ങനൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഇതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആൾക്കാർ ആരായിരിക്കും എന്നറിയാമോ? 1 മത നേതാക്കൾ, 2 രാഷ്ട്രീയക്കാർ. കാരണം 2 കൂട്ടരുടെയും കൃഷി അപ്പാടെ നശിക്കും. മനസ്സിലായോ? ജാതി മതം ഇവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൂജാരിമാരും പള്ളിയിലച്ചന്മാരും മറ്റേ ഉസ്താദന്മാരും ഇവരൊക്കെ എന്ത് ചെയ്യും? അവരുടെ കാര്യം കട്ടപ്പോയാവും. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ ഈ എന്നാ പറയുക വോട്ട് പിടിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. പലരും പറയും കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല, മതേതരത്വമാണ് മറ്റതാണ് എന്നൊക്കെ പറയും. ഒന്നുമല്ല. എവിടെയാണെന്ന് പറഞ്ഞാലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഏത് മതമാണെന്ന് നോക്കി അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഈ കണ്ട BJP ആയാലും UDF ആയാലും LDF ആയാലും എല്ലാവരും കൊണ്ട് നിർത്തുന്നത് ജാതി നോക്കി തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇപ്പോൾ എങ്ങും ജാതി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യും? പോരാത്തന്നെ മനുഷ്യന്മാരെ തമ്മിൽ എങ്ങനെ അടുപ്പിക്കും? ജാതി ഇല്ലല്ലോ, ജാതിയും മതം ഇല്ലല്ലോ.
പിന്നെ എങ്ങനെ ഇവരെ തമ്മിൽ അടുപ്പിച്ച് സ്പ്ലിറ്റ് ചെയ്യിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വോട്ട് നേടാൻ സാധിക്കും? അതൊക്കെ വൻ പ്രശ്നമാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവന്മാർ ഈ നിയമം ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്നും നടപ്പാക്കാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം. ഇനി വേണമെങ്കിൽ ഞാൻ മറ്റൊരു തമാശ കൂടെ പറയാം. തമാശയാണ്, എല്ലാവരും ചിരിച്ചോണം. മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ 2 കോളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു കോളത്തിൽ ഈ പറഞ്ഞ പോലെ വേണ്ട ജാതി ചേർക്കാം, മറ്റേ കോളത്തിൽ സാമ്പത്തികം മാത്രം ചേർക്കുക. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും സാമ്പത്തികം മാത്രം ഫില്ല് ചെയ്ത ആൾക്കാരുടെ ജാതി എന്താണെന്ന് തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥ വരുമല്ലോ. അവർക്ക് ജാതിയില്ല. അപ്പോൾ ജാതി ചേർത്ത ആൾക്കാർ എല്ലാം ഒരു പക്ഷം, ജാതി ചേർക്കാത്ത ആൾക്കാരെല്ലാം മറുപക്ഷം. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ജാതി ഇല്ലാത്ത ആളുകളെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് പുതിയൊരു ജാതി ക്രിയേറ്റ് ചെയ്യുമോ? അതാണ് എൻ്റെ ഡൗട്ട്. നജാതി എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ജാതിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയൊരു ജാതി, എന്നിട്ട് പുതിയൊരു ദൈവം. അങ്ങനെ വരുമോ? വരാൻ മേലാഴികയൊന്നുമില്ലല്ലേ.